പോലീസിന്റെ അധോലോക മാഫിയ ബന്ധത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷണ വിധേയമാക്കണമെന്ന് പ്രേമചന്ദ്രൻ എം പി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം ദുരന്തമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നിലയിലുള്ള ഭരണപരമായ പരാജയമാണ്, ഇടതുപക്ഷ അപജയമാണ്, ഇടതുപക്ഷ നയവ്യതിയാനമാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ ഇടതുപക്ഷ നയങ്ങളോട്, ഇടതുപക്ഷ മൂല്യങ്ങളോട് പൂർണ്ണമായും വിട പറഞ്ഞ ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. EMS മുതൽ എത്രയോ ഇടതുപക്ഷ ഗവൺമെന്റുകൾ CPM-ന്റെ നേതൃത്വത്തിലും CPI-യുടെ നേതൃത്വത്തിലും നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയേറെ അഴിമതി ആരോപണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഗവൺമെന്റ്, ഭരണപരമായ കെടുകാര്യസ്ഥതയെ പൂർത്തീകരിക്കുന്ന ഒരു ഗവൺമെന്റ്, അതുപോലെ അധോലോക മാഫിയ സംഘത്തിന്റെ പേരിൽ സ്വാധീനത്തിലാണ് എന്ന ആരോപണത്തിന് വിധേയമായ ഒരു ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അധോലോക മാഫിയ സംഘവുമായി പോലീസിനുള്ള ബന്ധത്തെ സംബന്ധിച്ച് PV അൻവർ MLA നിരന്തരമായി പറഞ്ഞിട്ടും അതു സംബന്ധിച്ച് അന്വേഷണം നടത്താൻ സംസ്ഥാന മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ തയ്യാറാവാത്തത് അതുകൊണ്ടാണ്. ഒരേ സമയം കുറ്റാരോപിതനെയും ആരോപണം ഉന്നയിച്ചവരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടേത്. ഏറെ ലാഘവത്തോടെയാണ് വയനാട് വിഷയത്തെ സർക്കാർ കൈകാര്യം ചെയ്തത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യം നിരാകരിക്കാൻ പഴുതുകൾ കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കി നൽകുകയാണ് ചെയ്തത്. സന്നദ്ധ പ്രവർത്തകരെ അപമാനിക്കുന്ന നിലപാടാണ് സർക്കാർ നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസ്യത തകർന്നിരിക്കുന്നുവെന്നും പ്രേമചന്ദ്രൻ MP പറഞ്ഞു. പോലീസ് വകുപ്പിന്, ആഭ്യന്തര വകുപ്പിന്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഉണ്ട് എന്ന ഗുരുതരമായ ആരോപണവും അഡീഷണൽ DGP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവിഹിതവും അനർഹവുമായിട്ടുള്ള സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടും സംസ്ഥാന മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഗവൺമെന്റോ ഒരു അന്വേഷണം പോലും, വിജിലൻസ് അന്വേഷണം പോലും ഈ കാര്യത്തിൽ നടത്താൻ തയ്യാറല്ല എന്നുള്ളത് ഈ അധോലോക മാഫിയ സംഘവുമായിട്ടുള്ള ബന്ധവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധവും വ്യക്തമാക്കുന്നതാണ്, വെളിവാക്കുന്നതാണ്. ഒരു അന്വേഷണം പോലും നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകാത്തത്. നടക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത് ഒച്ചിന്റെ വേഗതയിലാണ് നീങ്ങുന്നത്. അതൊരു പ്രത്യേക അന്വേഷണ സംഘം ഉന്നയിച്ച ആരോപണങ്ങളെ, അത് വിജിലൻസിന്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക ആരോപണങ്ങളല്ല, മറ്റു ചില ആരോപണങ്ങളെ സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI-യും NCP-യും RJD-യും ഉൾപ്പെടെയുള്ള കക്ഷികൾ LDF-ന്റെ യോഗത്തിൽ തന്നെ ADGP-യെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അത് മുഖവിലേക്ക് എടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അപമാനകരമായ അവസ്ഥയാണ് ഇടതു ജനാധിപത്യ മുന്നണിയിൽ CPI-യുടെ സ്ഥിതി. CCN മലപ്പുറം.